ഓ ഹായ് ഗൈസ്, ഞാൻ ഫൈനലി സാംസങ്ങിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ മേടിച്ചു. അപ്പോൾ സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ മേടിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറേ കാലമായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സാംസങ്ങിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ മേടിച്ചിട്ട് യൂസ് ചെയ്യണമെന്ന്. ഇതുവരെ അത് സാധിച്ചിട്ടില്ല. ഞാൻ സാംസങ് ഗാലക്സി S21 FE യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ സാംസങ് ഗാലക്സി S24 ഞാൻ പോയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് സാംസങ് ഗാലക്സി S24 ഉണ്ട്, അത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ അത് ചെറുതായിട്ട് ചെറിയ ടാസ്ക്, ക്യാമറ ഒക്കെ എടുക്കുമ്പോൾ ചെറുതായിട്ട് വാം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം ഹീറ്റിംഗ് ഉണ്ടായിരുന്നു അതിൽ. പിന്നെ കുറേ യൂട്യൂബേഴ്സ് പറയുന്നുണ്ട് അതിൽ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നുമില്ല, നല്ല ഓപ്റ്റിമൈസ്ഡായ എക്സിനോസിൻ്റെ പ്രോസസ്സറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ചെറുതായിട്ടൊന്നും യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഹീറ്റിംഗ് ഇഷ്യൂ കാണാൻ കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട് അതിൽ അത്ര ബാറ്ററി ബാക്കപ്പ് എനിക്ക് അത്ര നന്നായിട്ട് കിട്ടുന്നില്ല എന്ന്. അപ്പം പ്രീവിയസ്ലി സാംസങ് ഗാലക്സി S23 ആണ് യൂസ് ചെയ്തിരുന്നത്. അത് കൊടുത്തിട്ടാണ് സാംസങ് ഗാലക്സി S24 മേടിച്ചത്. അപ്പോൾ അതിൽ അവൻ പറയുന്നത് സാംസങ് ഗാലക്സി S23യുടെ അത്ര ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നില്ല എന്ന്. ഓക്കെ, ആ ഒരു ഡിഫറൻസാണ്. പക്ഷേ ഡിസ്പ്ലേ ഇതിൻ്റെ ആയിട്ട് എനിക്ക് കുറച്ചും കൂടി ഇമ്പ്രസീവായി തോന്നി സാംസങ് ഗാലക്സി S24. അതേമാതിരി ഞാൻ സാംസങ് ഗാലക്സി S23 അൾട്ര ആയിട്ട് കമ്പയർ ചെയ്തു. ക്യാമറയിൽ പെർഫോമൻസ് ഒന്നുമില്ല. സാംസങ് ഗാലക്സി S23 അൾട്രയിൽ നമ്മൾ ഒരു ഫോട്ടോ എടുക്കില്ലേ ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ, നമുക്ക് നെക്ക് ടു നെക്ക് പെർഫോമൻസ് ആവും കിട്ടുക S23ലും S23 അൾട്രയിലും. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് സൂം ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി അധികം ഡീറ്റെയിൽസ് നമുക്ക് സാംസങ് ഗാലക്സി S23 അൾട്രയിലുണ്ടാവും. നിങ്ങൾ അത്രയും സൂം ചെയ്ത് നോക്കുന്ന ആളാണെങ്കിൽ സാംസങ് ഗാലക്സി S23 അൾട്രയാണ് നിങ്ങൾക്ക് നല്ലത്. പക്ഷേ സാംസങ് ഗാലക്സി S23ലും നല്ല അടിപൊളി ഫോട്ടോസാണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് സാംസങ് ഗാലക്സി S21 FE ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം സാംസങ് ഗാലക്സി S21 FEയിൽ എത്ര നല്ല ക്യാമറയാണെന്ന്. പക്ഷേ ഈ സാംസങ് ഗാലക്സി S23 ഞാൻ S21 FE ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ പറയാൻ പറ്റില്ല, അത്രയും ഡിഫറൻസാണ്. പറയാന്ന് വെച്ചാൽ നമ്മൾ ഹിന്ദിയിൽ പറയുമല്ലോ ജമീൻ ആസ്മാൻ കാ ഫർക്ക് ഹെ, മീൻസ് ഭൂമിയും സ്കൈയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് അത്ര വ്യത്യാസം എനിക്ക് തോന്നിച്ചു. ലോ ലൈറ്റ് കണ്ടീഷൻസിലായിക്കോട്ടെ, ഡേ ലൈറ്റ് കണ്ടീഷൻസ് ആയിക്കോട്ടെ. പിന്നെ ഇതിൽ 32 MP സംതിങ് ക്യാമറയാണ് S21 FEയിൽ. പക്ഷേ ഇതിൽ 10 MP ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഫ്രണ്ട് സെൽഫിയിലും നന്നായിട്ട് ഡീറ്റെയിൽ എനിക്ക് കാണാൻ കിട്ടിയത് S23യിലാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇത് വെർത്താണോ, ഇപ്പോൾ ഈ ബിഗ് ബില്യൺ ഡേയ്സിൽ കുറച്ചുകൂടി ഇതിൻ്റെ വില കുറയും. അപ്പോൾ അത് ഈ സാംസങ് ഗാലക്സി S23 മേടിക്കുന്നത് കുറച്ചുകൂടി വെർത്തായിരിക്കും. നിങ്ങൾ സാംസങ് ഗാലക്സി S24ൻ്റെ കൂടെ പോകേണ്ട. 7 വർഷത്തിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അതിൽ കൊടുത്തിരിക്കുന്നത് എക്സിനോസിൻ്റെ പ്രോസസ്സറാണ്. ഇപ്പോഴൊക്കെ കുറേ യൂട്യൂബേഴ്സ് പറയുന്നത് നല്ല ഓപ്റ്റിമൈസ്ഡായ പ്രോസസ്സറാണ് എക്സിനോസ് ഈ വർഷം ഇറക്കിയിരിക്കുന്നത്. പക്ഷേ നിങ്ങളത് മേടിക്കണ്ട. ഓക്കെ, അതിൻ്റെ ഓട്ടോമാറ്റിക് ഡിസംബർ ആകുമ്പോൾ സാംസങ് ഗാലക്സി S23 തന്നെ വിലയുടെ അത്ര വരും അതിൻ്റെ വില. അപ്പോൾ എന്തായാലും എക്സിനോസിൻ്റെ ആ പ്രോസസ്സർ മേടിക്കാതിരിക്കുക. ഇതിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ് കിട്ടുന്നത്. പിന്നെ ഫീലിംഗ് നോക്കുകയെന്ന് വെച്ചാൽ കയ്യിൽ പിടിക്കുമ്പോൾ ഒരു നല്ലൊരു ഫീലിംഗാണ് തോന്നിക്കുന്നത്. നല്ല കോമ്പാക്റ്റായ ഒരു ഫോണാണ്. നെറ്റ്വർക്ക് നോക്കുകയെന്ന് വെച്ചാൽ ഞാൻ ജിയോൻ്റെ സിമ്മാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ജിയോൻ്റെ സിം വെച്ചിട്ട് ഞാൻ എൻ്റെ സാംസങ് ഗാലക്സി S21 FEയിൽ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് വീട്ടിൻ്റെ ഉള്ളിൽ 5G നെറ്റ്വർക്ക് കിട്ടാറില്ല. മീൻസ് 5G 4G അങ്ങനെ സ്വിച്ച് ആവാറും കൂടി ഇല്ല, വെറും 4Gയിലാണ് കിടക്കാറ്. പക്ഷേ അതേ സമയത്ത് സാംസങ് ഗാലക്സി S23യിൽ എനിക്ക് 5Gയുടെ കംപ്ലീറ്റ് നെറ്റ്വർക്കാണ് എനിക്ക് കിട്ടുന്നത്. 4Gയിലേക്ക് സ്വിച്ചൊന്നും ആവണില്ല, ശരിക്കും 5Gയുടെ നെറ്റ്വർക്കാണ് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു നെറ്റ്വർക്ക് ക്വാളിറ്റിയും കിട്ടുന്നുണ്ട്. പിന്നെ നല്ല ബാറ്ററി ലൈഫാണ് എനിക്ക് നന്നായിട്ട് ഇമ്പ്രസ് ചെയ്തത്. ഞാൻ 5G എന്തായാലും വീട്ടിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ടല്ലോ, അപ്പം ഞാൻ 5Gയിൽ വെച്ച് വൈഫൈ കണക്ട് ചെയ്യാതെ 5Gയിൽ ഒരു ദിവസം യൂസ് ചെയ്തു കംപ്ലീറ്റ്. എന്നിട്ടും ഫോൺ അത്ര വാമാവണമില്ല, അത്ര ബാറ്ററി ഡ്രെയിനിങ്ങും കാണാൻ കിട്ടുന്നില്ല. അത്രയും നന്നായിട്ട് ഓപ്റ്റിമൈസ്ഡാണ് ചെയ്തിരിക്കുന്നത് സാംസങ്. പിന്നെ ഇതിൽ കുറേ മീൻസ് AI ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഒരു ദിവസത്തെ യൂസേജിന് അനുസരിച്ചാണ് ഞാൻ ഇതിൽ പറയണത് എൻ്റെ എക്സ്പീരിയൻസ്. ഇതൊരു ലോങ് ടേം യൂസേജിൻ്റെ എക്സ്പീരിയൻസും ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ബാറ്ററി ലൈഫ് ശരിക്കും എത്ര കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ യൂസേജ് പാറ്റേൺസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എൻ്റെ യൂസേജ് പാറ്റേൺസ് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ബാറ്ററി ലൈഫാവും ഇതിലേക്ക് കിട്ടാൻ പോണത്. പിന്നെ ചാർജിങ് സ്പീഡ് നോക്കുകയെന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ 25 വാട്ടിൻ്റെ ഒരു ചാർജർ മേടിച്ചു. അതിൽ വെച്ചിട്ട് ഞാൻ 7% to 100% ആക്കാൻ വേണ്ടിയിട്ട് 1 hour 15 minutes പിടിച്ചു ഇതിൽ ഫുൾ ചാർജായി കിട്ടാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഇംപ്രഷൻ അബൌട്ട് സാംസങ് ഗാലക്സി S23. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ വീഡിയോസ് ഇടാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്